ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്രിസ്മസ് വൈബിൽ വരുന്ന സാരീസ് ആണ് ഇന്നത്തെ വീഡിയോയിലും വരുന്നത്. കളർ പാലറ്റ് ആ ഒരു ക്രിസ്മസ് കളേഴ്സ് ഉണ്ടല്ലോ, ഓഫ് വൈറ്റും നല്ലൊരു ബ്രൈറ്റ് ചില്ലി റെഡും ഉള്ള കോമ്പിനേഷനിലാണ് സാരി വന്നിരിക്കുന്നത്. ഫാബ്രിക് വൈസ് പറയുകയാണെങ്കിൽ ഒരു ചന്തേരിയാണ്, സെമി ചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക് കേട്ടോ. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ഫുൾ ബോഡിയിലും എംബ്രോയിഡറി വർക്കാണ്, ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ബോഡി വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരിയുടെ മുന്താണിയിൽ വർക്ക് വരുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. സാരി നല്ല ഒതുങ്ങിയിരിക്കുന്ന ഫാബ്രിക്കാണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കൊരു ക്രിസ്മസ് ഈവിന് ഡ്രേപ്പ് ചെയ്യാം, ചേർച്ച് വെയർ ആയിട്ട് പള്ളിയിൽ പോകുന്നവർക്ക് ഡ്രേപ്പ് ചെയ്യാം, അതിനെല്ലാം പറ്റുന്നതാണ്. അതല്ലാതെയും നമുക്ക് ഒരു ഓഫീസ് വെയർ ആയിട്ടെല്ലാം ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ഫാബ്രിക് വൈസ് ചന്തേരിയാണ്, സെമി ചന്തേരിയാണ് ഫാബ്രിക് കേട്ടോ. ഈ ഒരു ലുക്ക് ആയിരിക്കും സാരി വരുന്നത്. പ്ലീറ്റ്സും ബോഡി കംപ്ലീറ്റ് ആ ഒരു റെഡിലുള്ള ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരുന്നത്. നല്ല നീറ്റായിട്ട് ഒതുങ്ങി നിൽക്കുന്ന പ്ലീറ്റ്സ് ആട്ടോ. പല്ലു ഈ ഒരു പാറ്റേണിലാണ് മുന്താണിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് കേട്ടോ. ഞാൻ ക്ലോസർ കാണിക്കാം സാരിയുടെ. ഈ ഒരു പാറ്റേണിലാണ് ബോഡി കംപ്ലീറ്റ് ഈ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും വരുന്നത്, സ്മോൾ എംബ്രോയിഡറി വർക്ക്. അതൊരു ഡിഫറെന്റ് ലുക്കിലാട്ടോ വരുന്നത്. ഈ ഒരു പാറ്റേൺ വന്നിട്ട് വിത്ത് സിമ്പിൾ ആ ഒരു ത്രെഡ് വി പാറ്റേണിലുള്ള സിമ്പിൾ ബോർഡർ, മുന്താണി ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ പല്ലുവിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. നമുക്ക് വൈറ്റ് ബ്ലൗസും ഇതിനോട് ഡ്രേപ്പ് ചെയ്യാം. അതെല്ലാം കോൺട്രാസ്റ്റ് ആയിട്ട് റെഡ് ആണെങ്കിൽ വേറൊരു ലുക്ക് ആയിരിക്കും സാരിക്ക് വരുന്നത്. സാരിയുടെ കൂടെ റണ്ണിങ് ബ്ലൗസ് വരുന്നത് വൈറ്റ് ആയിരിക്കും, പ്ലെയിൻ വൈറ്റിൽ ഇതേ ആ ഒരു ത്രെഡ് വി പാറ്റേണിലുള്ള ബോർഡറിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഫാബ്രിക് എല്ലാം സെയിം തന്നെ കേട്ടോ. ആ ഒരു ത്രെഡ് എംബ്രോയിഡറിയുടെ പാറ്റേൺ മാറിയിട്ടുണ്ട്, ചെറിയ വ്യത്യാസമുള്ളൂ കേട്ടോ സാരിക്കും. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരും, ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഫുൾ ബോഡി വിത്ത് ബോർഡർ, മുന്താണി ഈ ഒരു പാറ്റേണിലാണ് പല്ലുവിൽ വരുന്നത്. അതേ മോട്ടീവ്സ് തന്നെ കുറച്ചൊരു ബിഗർ മോട്ടീവ്സ് ആയിരിക്കും പല്ലുവിൽ വരുന്നത് കേട്ടോ. ഇതായിരിക്കും ബോഡി കംപ്ലീറ്റ് സെയിം അതേ പാറ്റേൺ തന്നെ വരുന്നുണ്ട്. പല്ലു, പ്ലെയിൻ ബ്ലൗസ്, സെയിം കളർ, അതേ ക്രിസ്മസ് കളർ തീമിൽ തന്നെ വന്നിരിക്കുന്ന സാരി. എംബ്രോയിഡറി വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും, റെഡിൽ ഈ ഒരു സ്റ്റൈലിലായിരിക്കും കേട്ടോ. ബോഡിയിൽ ഫുൾ ഈ ഒരു പാറ്റേൺ വർക്ക് വരുന്നുണ്ട്, സിമ്പിൾ ബോർഡർ, പല്ലു. മുന്താണിയിൽ വരുമ്പം ഈ ഒരു നല്ലൊരു ഫ്ലോറൽ ജാൽ പാറ്റേണിലാണ് ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ത്രെഡ് വുമൻ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും സാരിയുടെ ആ ഒരു ബോർഡർ വരുന്നത്. ഇതായിരിക്കും മുന്താണി, ബോഡി, പ്ലെയിൻ ബ്ലൗസ്. ഡിഫറെന്റ് വർക്കിലാണ് അടുത്ത സാരി വരുന്നത്. ചില്ലി റെഡ് ആൻഡ് വൈറ്റ് തന്നെയാണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. സോഫ്റ്റ് സെമി ചന്തേരിയാണ് ഫാബ്രിക് വരുന്നത്. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആണ്. ഇതിൽ വരുമ്പോൾ പേസ്ലി മോട്ടീവ്സ് ആണ്. ഈ ഒരു പാറ്റേണിലായി ഒരു ക്രിസ്മസ് ട്രീയുടെ എല്ലാം ഒരു സിമിലർ ടു ക്രിസ്മസ് ട്രീ ആ ഒരു പാറ്റേണിലായിരിക്കും കേട്ടോ ബോഡിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ത്രെഡ് വുമൻ സ്റ്റൈലുള്ള ബോർഡർ, അതേ മോട്ടീവ്സ് തന്നെ, ബോഡിയിലെ മോട്ടീവ്സ് തന്നെ ആയിരിക്കും സാരിയുടെ പല്ലുവിൽ വരുന്നത്. ഈ ഒരു പാറ്റേൺ ആയിരിക്കും. മുന്താണിയുടെ എൻഡിൽ വരുമ്പോൾ എല്ലാ സാരീസിനും ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതായിരിക്കും ബോഡിയും പല്ലുവും വരുന്നത്, പ്ലെയിൻ ബ്ലൗസ്. അടുത്ത സാരി ഫാബ്രിക്കും പാറ്റേണും എല്ലാം മാറിയിട്ടുണ്ട്. ഇത് വരുന്നത് ഒരു ലിനൻ ബ്ലെൻഡഡ് ചന്തേരിയാണ്. ലിനനും ചന്തേരിയും കൂടി ഒരു ബ്ലെൻഡഡ് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അതിലൊരു സിൽവറിലാണ് ബോർഡർ വരുന്നത്, മാറ്റ് സിൽവർ ബോർഡർ വന്നിട്ട് പോയിന്റ് എംബ്രോയിഡറി ആണ് ഫുൾ ബോഡി വരുന്നത് സാരിയിൽ. ഇതിന്റെ കളർ പറയുകയാണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ആട്ടോ, ഒരു ക്രീം ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു വൈറ്റ് ആണ് സാരിയുടെ കളർ. പോയിന്റ് എംബ്രോയിഡറിയുടെ മോട്ടീവ്സ് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. റെഡില് ഈ ഒരു സ്റ്റൈലിൽ വന്നിട്ട് വിത്ത് സിമ്പിൾ ബോർഡർ, പല്ലു. മുന്താണിയിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഒരു പോയിന്റ് എംബ്രോയിഡറി വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആട്ടോ സാരിയുടെ ഫാബ്രിക്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ. സ്ലൈറ്റ് ഡിഫറൻസിലാട്ടോ ഓരോ ആ ഒരു പോയിന്റ് എംബ്രോയിഡറി പാറ്റേൺ വരുന്നത്. അടുത്ത ഡിസൈൻ വരുന്നതും ഈ ഒരു സ്റ്റൈലിൽ തന്നെ, വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഓരോ ഡിസൈനും. ഇതിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡിയിൽ കംപ്ലീറ്റ് ഈ ഒരു മോട്ടീവ്സ് വരും. ആ ഒരു മാറ്റ് സിൽവറിൽ തന്നെ ആയിരിക്കും ബോർഡർ വരുന്നത് കേട്ടോ. പല്ലു, മുന്താണിയിൽ ആ ഒരു വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ബ്ലൗസ് വരുന്നത് എല്ലാ സാരീസിനും പ്ലെയിൻ ആയിരിക്കും, പ്ലെയിൻ വൈറ്റ് ആണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. വീണ്ടും ചെറിയൊരു സ്ലൈറ്റ് വേരിയേഷനിലാണ് അടുത്ത ഡിസൈനും വന്നിരിക്കുന്നത്. കോമ്പിനേഷൻ സെയിം തന്നെ കേട്ടോ. ചില്ലി റെഡിൽ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും പോയിന്റ് എംബ്രോയിഡറി വരുന്നത് ബോഡിയിൽ. നമ്മൾ നോർമലി ആ പ്യുവർ വൈറ്റ് സാരീസിന്റെ ആ ഒരു പ്രോമിനൻസ് ഇതിനില്ല. ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ക്രീമി വൈറ്റ് ആട്ടോ സാരിയുടെ കളർ വരുന്നത്. നല്ല പാറ്റേണിലാണ് ഫുൾ ബോഡിയിലും ആ ഒരു എംബ്രോയിഡറി വർക്ക്. മുന്താണി ഈ ഒരു പാറ്റേണിലാണ് ഒരു പോയിന്റ് എംബ്രോയിഡറി വരുന്നത്. ആ ഒരു മാറ്റ് സിൽവറിലാണ് എല്ലാ സാരീസിന്റെയും ബോർഡർ വരുന്നത്, പ്ലെയിൻ ബ്ലൗസ്. വീണ്ടും നെക്സ്റ്റ് ഡിസൈനാണ് വരുന്നത് കേട്ടോ. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡിയിൽ ആ ഒരു മോട്ടീവ്സ് വരുന്നത്. പല്ലു പോയിന്റ് എംബ്രോയിഡറിയിലായിരിക്കും ബോഡിയും ബോർഡറും വരുന്നത്.
ക്രീമി വൈറ്റ് ആണ് സാരിയുടെ കളർ വരുന്നത്. മാറ്റ് സിൽവർ ബോർഡർ, പ്ലെയിൻ വൈറ്റ്, ആ ഒരു വൈറ്റിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്നത്. നെക്സ്റ്റ് സാരി ഡിഫറെന്റ് ലുക്കിൽ വരുന്ന സാരിയാണ് വരുന്നത് കേട്ടോ. എല്ലാ സാരീസിന്റെയും ആ ഒരു ബോഡി കളർ വരുന്നത്, അതായത് അടുത്ത സാരീസ് ഇതിന്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സ് ആണ് ഇനി വരുന്നത്. ബോഡി കളർ സെയിം ആയിരിക്കും, വൈറ്റ് തന്നെ വന്നിട്ട് ആ ഒരു ബീഡിങ് ഡിഫറെന്റ് കളേഴ്സിലായിരിക്കും വരുന്നത്. ഫസ്റ്റ് സാരി നല്ലൊരു ബ്രൈറ്റ് ചില്ലി റെഡിലായിരിക്കും ആ ഒരു റിബൺ ബോർഡർ വരുന്നത്. നല്ല ഫിനിഷിൽ ആ ഒരു ബനാറസി ബോർഡർ വന്നിട്ട് അതിലാണ് ആ ഒരു റിബൺ ബോർഡർ വരുന്നത് കേട്ടോ. ഇനി ഓരോ കളേഴ്സും മാറി മാറി വരും. അടുത്ത നല്ലൊരു റോയൽ ബ്ലൂ ആണ് നെക്സ്റ്റ് സാരി വരുന്നത്. ഇത് ചില്ലി റെഡാണ് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും കേട്ടോ. ബോർഡറിൽ ആ ഒരു വർക്ക് വരുന്നത് ഇങ്ങനെയായിരിക്കും, ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള ബനാറസി ബോർഡർ ആയിരിക്കും വരുന്നത്. അതിൽ ആ ഒരു ചില്ലി റെഡിലായിരിക്കും റിബൺ ബോർഡർ വരിക. മുന്താണി ഗോൾഡൻ ജെറി വൺ സ്ട്രൈപ്പ് പാറ്റേൺസിലാണ് മുന്താണി വരുന്നത്. ഇതിനും റണ്ണിങ് ബ്ലൗസാണ് വരുന്നത് സാരിക്ക്. സെയിം ഇതേ വൈറ്റ് കളറിൽ തന്നെയായിരിക്കും ബ്ലൗസ് വരുന്നത്. അതെല്ലാം നമുക്ക് ഈ ഒരു ബീഡിങ്ങിന്റെ കളർ ഓരോ കളറിൽ മാറി മാറി വരുന്നുണ്ടല്ലോ. ബീഡിങ്ങിന്റെ കളറിൽ ബ്ലൗസ് ഇടുകയാണെങ്കിൽ നല്ലൊരു ഡിഫറെന്റ് ലുക്ക് ആയിരിക്കും സാരി. സെയിം അതേ ഫാബ്രിക് തന്നെ സോഫ്റ്റ് സെമി ചന്തേരി വൈറ്റ്, ഓഫ് വൈറ്റ് ആണ് സാരിയുടെ കളർ വരുന്നത്. ഇതിന്റെ ആ ഒരു ബീഡിങ്ങിന്റെ കളർ പറയുമെങ്കിൽ നല്ലൊരു റോയൽ ബ്ലൂ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഞാൻ ഈ ഓരോ കളറിലെയും ബ്ലൗസ് ഡ്രേപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒത്തിരി ടൈം കൺസ്യൂമിങ് പ്രോസസ് ആയതുകൊണ്ടാണ് സിംഗിൾ ഈ ഒരു ബ്ലൗസ് ഇട്ട് കാണിക്കുന്നത് കേട്ടോ. ഇതിനും ഈ ഒരു ബ്ലൂ ബ്ലൗസ് ഇടുകയാണെങ്കിൽ നല്ലൊരു റിച്ച് ലുക്ക് ആയിരിക്കും സാരിക്ക്. നമുക്കൊരു ചെറിയൊരു ഫംഗ്ഷൻ എല്ലാം ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ആ ഒരു ബനാറസി ബോർഡർ തന്നെ ആയിരിക്കും സാരിക്ക് വരുന്നത്. ബോഡി പ്ലെയിൻ വന്നിട്ട് ആ ഗോൾഡൻ ജെറി ലൈൻസിലാണ് സാരിയുടെ മുന്താണി. അതിൽ തന്നെ ആയിരിക്കും ആ ഒരു തിൻ ലൈൻ പാറ്റേണിലാണ് ഗോൾഡൻ ജെറി തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് ആ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ പേർഷ്യൻ റോസ് ആണ്. വാടാമുല്ല കളറിലാട്ടോ ആ ഒരു ബീഡിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ വാടാമുല്ല കളറിലെ ബ്ലൗസ് ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരാം. നമുക്ക് ബ്രോക്കേഡ് ബ്ലൗസ് ഇടാം, ഇക്കത്ത് ബ്ലൗസ് ഇടാം, ഏതെങ്കിലും ഫ്ലോറൽ ഡിസൈൻസിലുള്ള പ്രിന്റഡ് ബ്ലൗസ് ഇടാം, പ്ലെയിൻ ബ്ലൗസ് ഇടാം. എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. കാരണം വൈറ്റിലാണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറെന്റ് പാറ്റേണിലുള്ള ബ്ലൗസ് ഇപ്പോൾ അറിയാൻ പറ്റും. സിമ്പിൾ പല്ലു, ഗോൾഡൻ ജെറിയിലുള്ള ലൈൻ പാറ്റേണിലുള്ള മുന്താണി, ഗോൾഡൻ ജെറി തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് എല്ലാ സാരിയുടെയും റണ്ണിങ് ബ്ലൗസും വരുന്നത്. നെക്സ്റ്റ് ബീഡിങ്ങിന്റെ കളർ പാലറ്റ് പറയുകയാണെങ്കിൽ രാമ ഗ്രീനും ഒരു പീക്കോ ഗ്രീനും കൂടി ചേർന്ന് വരുന്ന നല്ലൊരു ഗ്രീൻ ടോണിലാട്ടോ സാരി വരുന്നത്. ആ ഒരു ഗ്രീൻ ബ്ലൗസ് ആയിരിക്കും ആപ്റ്റ് ആയിട്ട് വരിക. ഗോൾഡൻ ജെറിയിൽ തന്നെയുള്ള സിമ്പിൾ പല്ലു. എല്ലാ സാരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ആ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും വിത്ത് ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ് വരുന്നത് കേട്ടോ. ബ്ലാക്ക് ആണ് സാരിയുടെ കോമ്പിനേഷൻ. ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും സാരി വരുന്നത്. ഇതിനും ബ്ലാക്ക് ബ്ലൗസ് ആയിരിക്കും കറക്റ്റ്. പ്ലെയിൻ ബ്ലാക്ക് ഇട്ടാലും നല്ലൊരു ലുക്ക് ആയിരിക്കും കേട്ടോ സാരിക്ക്. ഗോൾഡൻ ജെറി വോൺ സ്ട്രൈപ്പ് പാറ്റേൺസിൽ തന്നെയായിരിക്കും സാരിയുടെ ആ ഒരു മുന്താണി വരുന്നത്. ബനാറസി സ്റ്റൈലുള്ള സിമ്പിൾ ബോർഡർ വിത്ത് പല്ലു.